എന്തുകൊണ്ടാകും സർവ്വപ്രതാപത്തോടെയും ഗോശാലയടക്കം സംവിധാനങ്ങളോടെയും 10 വർഷം വാണരളിയ ക്ലിഫ് ഹൗസ് വിട്ട് പിണറായി വിജയൻ ഇതാ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുന്നത്? എളിമയാണോ? ലാളിത്യമാണോ? ഇനിയങ്ങോട്ട് വിശ്രമിച്ചോളാൻ പാർട്ടി പറഞ്ഞു. അതുതന്നെ കാരണം. പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം സംസ്ഥാനത്തേക്ക് എത്തിയ പിണറായി വിജയൻ നേരെ പോയത് ആ വാടക വീട്ടിലേക്കാണ്. CPI നേതാവാണ്. ഇതിലപ്പുറവും അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയാകാത്തത് പിണറായിയുടെ ഈ വീട് മാറ്റത്തോടെ ഒരു തീരുമാനവുമാകും. അതുറപ്പ്. പിണറായി പ്രതിപക്ഷ നേതാവ് ആകുകയാണെങ്കിൽ കൻ്റോൺമെൻറ് ഹൗസ് അദ്ദേഹത്തിന് കിട്ടും. ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതൃപദവി വഹിക്കുന്നില്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറണം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്, വാടക വീട്ടിലേക്ക്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു വാടക വീട്ടിലേക്ക് അദ്ദേഹം ഇതാ താമസം അറിയിക്കുന്നു. ഓർക്കണം, AKG സെൻറ്ററിലെ പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയുള്ള ചിന്ത കെട്ടിട സമുച്ചയത്തിൽ 2 ഫ്ലാറ്റുകൾ അദ്ദേഹത്തിനായി അനുവദിച്ചിട്ടുണ്ട്. അത് വേണ്ട എന്നാണ് തൽക്കാലത്തെ നിലപാട്. ചിന്ത ഫ്ലാറ്റ് കൈവശമുണ്ടായിരിക്കെ ഒരു വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എന്താണ് പിണറായിയുടെ മനസ്സിലുള്ളത്? പാർട്ടിക്കാർ പറയുന്നൊരു വശമുണ്ട്. പ്രതിപക്ഷ നേതാവായാൽ കൻ്റോൺമെൻറ് ഹൗസ് ഉപയോഗിക്കുമ്പോൾ തന്നെ താമസം ഈ വാടക വീട്ടിലേക്ക് മാറ്റും. കാരണം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ 10 വർഷത്തെ വാസത്തിന് ഒരു ഒന്നൊന്നര സ്വകാര്യതയുണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയാകുമ്പോൾ അങ്ങനെയല്ല. അവിടെ പലരും വരും, പാർട്ടി പ്രവർത്തകർ വരും, ഘടകകക്ഷികൾ വരും. ആരും അങ്ങോട്ട് വരരുത് എന്ന് പറയാനും പറ്റില്ല. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ കൻ്റോൺമെൻറ് ഹൗസ് തൽക്കാലം ഓഫീസായി മാത്രം ഉപയോഗിക്കാനാണോ അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്ന് ഇനി കണ്ടറിയണം. എന്തായാലും ഉടനെ തന്നെ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറിയ ഉടനെ അതുകൊണ്ട് തന്നെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. പിണറായിക്ക് ശേഷം ശക്തനായൊരു പ്രതിപക്ഷ നേതാവ് വേണമെന്നാണ് തീരുമാനമെങ്കിൽ അത് ചിലപ്പോൾ KN ബാലഗോപാലാകും. മറിച്ചൊരാളെ എടുക്കാനില്ല. കാരണം ധനമന്ത്രിയായി ഏറെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. കേരളത്തെ 6 ലക്ഷം കോടിയോളം കടത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടാക്കിയിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ പോവുകയാണ്. എന്തായാലും നിലവിലൊരു മോശം പ്രതിച്ഛായയുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണ്ട എന്ന് CPM-ലെ ഒരു ലോബി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ CPM-ലെ കണ്ണൂർ ക്യാമ്പിന് ഒരു ക്ഷീണമാണ്. അതാണല്ലോ P. ജയരാജൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ ദർശനം നടത്തിയത്. ഈ സന്ദർഭത്തിൽ തെക്കൻ മേഖലയിലെ നേതാക്കൾ സമ്മർദ്ദം ഉയർത്തുകയാണ് CPM-നുള്ളിൽ. കാരണം KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വന്നതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തെക്കൻ കേരളത്തിൽ ഇരിക്കട്ടെ എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. കാരണം കണ്ണൂർ ലോബി 10 കൊല്ലം ഭരിച്ചെങ്കിൽ ഇനി അത് തെക്കൻ ലോബിയിലേക്ക് മാറ്റി പരീക്ഷിക്കാം. പിന്നെ പിണറായി വിജയൻ്റെ ആരോഗ്യസ്ഥിതി അത് മോശമല്ലെങ്കിലും ആരോഗ്യസ്ഥിതി അത് പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കാൻ അനുവദിക്കില്ല എന്ന് വേണമെങ്കിൽ ഒരു കാരണം പറയാം. പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ ഓടിച്ചാടി നടക്കണം. മുഖ്യമന്ത്രി പോലെയുമല്ല, എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം. പ്രതിപക്ഷത്തെ ഘടകകക്ഷികളുടെ എല്ലാ പരിപാടികളിലേക്കും പോകണം. എല്ലാ ജില്ലകളിലും ക്ഷണമുണ്ടാകും. എല്ലാ ജില്ലകളിലും പ്രസംഗിക്കേണ്ടി വരും. സമരമടക്കം, ജനകീയ സമരങ്ങളടക്കം മുന്നിൽ നിന്ന് നടന്നോ ഇരുന്നോ ഒക്കെ നയിക്കേണ്ടി വരും. അനാരോഗ്യം കാരണം ചികിത്സയ്ക്ക് വേണ്ടി പലതവണ അമേരിക്കയിലേക്ക് പോകേണ്ടി വന്ന വ്യക്തിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയന് അനാരോഗ്യമാണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആ റോൾ എങ്ങനെ നിർവഹിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇടയ്ക്ക് CPI-യും ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾക്കൊരു പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം വേണമെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കരുത്താർന്ന ചില ചെറുപ്പക്കാരായ വ്യക്തികൾ തന്നെ CPM-ൻ്റെ പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് പാർട്ടിക്ക് തോന്നിക്കണം. പക്ഷേ കഴിഞ്ഞ ദിവസം ചെന്ന PB അതിലൊന്നും യാതൊരു തീരുമാനം എടുത്തിരുന്നില്ല. എന്തായാലും ഇനി കേരളത്തിലറിയാം ആരാകും പ്രതിപക്ഷ നേതാവ്.